ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊരു 18നും 50 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അതാണ് ഹെയർ ഫോൾ അഥവാ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. ഈ പണ്ടത്തെ ആളുകൾ പറയും ഈ കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല എന്ന് പറയും. പക്ഷേ അത് പൂർണ്ണമായും ഈ കാലഘട്ടത്തിൽ ശരിയല്ല. കാരണം അസൂയയ്ക്ക് മരുന്നൊന്നുമില്ല, പക്ഷേ കഷണ്ടിക്ക് ഒരു 80% കേസുകളിലും നമുക്ക് മരുന്ന് കൊടുത്ത് പൂർണ്ണമായി അത് ഭേദപ്പെടുത്താൻ പറ്റും. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഷണ്ടി ഉണ്ടാക്കുന്ന കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാന കാരണത്തെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മുടി കൊഴിച്ചിലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 5 കാരണങ്ങളെക്കുറിച്ചും ആ 5 കാരണങ്ങൾക്ക് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. മുടി കൊഴിച്ചിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും നോക്കുമ്പോൾ നമ്മളൊക്കെ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, പക്ഷേ നമ്മുടെ ഡയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ലേറ്റസ്റ്റ് സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയറ്റിലുണ്ടാകുന്ന വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി, അതുപോലെ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ബയോട്ടിൻ എന്ന് പറയുന്നൊരു വൈറ്റമിൻ ഉണ്ട്. ഈ 3 സാധനങ്ങളുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാം. കേരളത്തിലെ ഹെയർ ഫോളിൽ ഏകദേശം 30% ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഹെയർ ഫോളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരു വൈറ്റമിൻ ഇ കഴിക്കുകയോ അല്ലെങ്കിൽ 2 പച്ചക്കറി കഴിച്ചാലോ ഉണ്ടാകുന്ന ഒരു പരിഹാരമാണ് ഒരു ഹെയർ ഫോളിനുള്ളതെങ്കിൽ നിങ്ങൾ കണ്ടെത്താതെ പോകാമെന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റായിരിക്കും. അതാണ് നിങ്ങളുടെ കാരണമെങ്കിൽ നിങ്ങൾ തലയിൽ കുറേ എക്സ്പെൻസീവായ ഹെയർ ഓയിലോ ഹെയർ ക്രീമോ തേച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക. അതിന് 2 വഴിയുണ്ട്. ഒന്ന് സപ്ലിമെൻറ്റ്സ് ആണ്. അത് ഉണ്ടെന്നിരിക്കുക തന്നെ ഞാൻ കൂടുതൽ അഡ്വൈസ് ചെയ്യുക നിങ്ങൾ ഡയറ്റിലൂടെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നുള്ളതാണ്. നല്ല ഡയറ്റിലൂടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടെത്തി ചികിത്സിക്കുക. അത് ഒന്നാമത്തെ കാരണം. അടുത്ത റീസൺ എന്ന് പറയുന്നത് ഈ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്ന വലിയൊരു റീസൺ ഉണ്ട്. നിങ്ങൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈലുണ്ട്, പലരും ഉപയോഗിക്കുന്ന ഹെയർ സ്റ്റൈലുണ്ട്. അതിൽ ചില ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഒരുപാട് കോംബ് ചെയ്ത്, അതായത് വളരെ ശക്തിയായിട്ട് പുറകോട്ട് ചീകി ഒതുക്കി വെക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ മുടി ഇങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് പിന്നിടുക, അല്ലെങ്കിൽ ഈ പോണിയിട്ടയിൽ നമ്മൾ ഷാറുഖ് ഖാനൊക്കെ മുടി ഇങ്ങനെ പുറകോട്ട് വലിച്ചു വെച്ച് റബ്ബർ കെട്ടില്ല, അല്ലെങ്കിൽ ഈ ധ്രുവം സിനിമയിൽ മമ്മൂട്ടി ഇങ്ങനെ മുടി ഇങ്ങനെ പുറകോട്ട് ചെയ്ത് വെക്കുന്നതല്ലേ. അതേപോലെ നമ്മൾ ഒരുപാട് ട്രാക്ഷൻ കൊടുത്ത് ഒരുപാട് ശക്തി കൊടുത്ത് നമ്മുടെ ഹെയർ പുറകോട്ട് വലിച്ചു വെക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് അലോപേഷ്യ ഉണ്ടാകും. അതിനാണ് നമ്മൾ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുക. ഈ ട്രാക്ഷൻ അലോപേഷ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ചറിയാതെ നമ്മുടെ ഈ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഡാമേജ് അല്ല. അതായത് ബാക്കി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രീഷൻ അലോപേഷ്യയിലെ പോലെ ഒരു ന്യൂട്രിയൻ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഷാമ്പു കൊടുത്താലോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത്തരം ഹെയർ സ്റ്റൈലുകൾ പരമാവധി ഒഴിവാക്കുക. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ വലിയൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പലതരം മെഡിസിൻസാണ്. നമ്മൾ പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചേക്കാം, പക്ഷേ ചില മരുന്നുകൾ, ചില മരുന്നുകൾ ചില ആളുകളിൽ ഹെയർ ഫോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഈ സ്ത്രീകൾ കഴിക്കുന്ന ചില ഹോർമോണൽ ടാബ്ലറ്റ്സ്, അതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന മെഡിസിൻസ്, ചില ഹൈപ്പർ ടെൻഷൻ, ഈ രക്തസമ്മർദ്ദത്തിനും അതേപോലെ തന്നെ ഡയബറ്റീസിനും കൊടുക്കുന്ന മരുന്നുകൾ, ഇത്തരം മരുന്നുകൾ കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകാം. അത്തരം ഹെയർ ഫോൾ ഉണ്ടാകുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാണുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ മരുന്നുകൾ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ മരുന്നുകൾക്ക് പകരമുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. അതുവഴി തന്നെ നിങ്ങളുടെ ഹെയർ ഫോൾ പൂർണ്ണമായിട്ടും മാറും. നിങ്ങൾക്ക് എത്ര മുടി കൊഴിഞ്ഞോ ആ മുടിയെല്ലാം തിരിച്ചു വരാനും സഹായിക്കും. നാലാമത്തെ കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഹെയർ ഫോളിന് ഒരു പ്രധാന കാരണമാണ്. അതെന്ന് പറയുന്നത് അൺഡയഗ്നോസ്ഡ് മെഡിക്കൽ കണ്ടീഷൻസ്. അതായത് നമുക്ക് ഹെയർ ഫോൾ എന്ന് പറയുന്നത്, അതായത് മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒരു ലക്ഷണം മാത്രമായിരിക്കാം, പക്ഷേ അതിന് കാരണമായി നമ്മുടെ ഉള്ളിലൊരു രോഗം ഉണ്ടായിരിക്കാം. പക്ഷേ ആ രോഗം നമ്മൾ കാണാതെ പോവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് തൈറോയിഡാണ്. അതായത് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകും. പക്ഷേ ആദ്യ സമയങ്ങളിൽ നമുക്ക് ഹെയർ ഫോൾ മാത്രമേ ഉണ്ടാകൂ. സോ നമ്മൾ ഈ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ വിട്ടുപോകാം. അതൊരു കാരണമാണ്. അതായത് തൈറോയ്ഡ് ഒരു കാരണമാണ്, സ്ട്രെസ് ഒരു കാരണമാണ്, ആങ്സൈറ്റി ഒരു കാരണമാണ്, ഡിപ്രഷൻ മറ്റൊരു കാരണമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്ലാസ്സിൽ കണ്ടുവരുന്ന ഈ ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ജോലിയുടെ സ്ട്രെസ്, ഉറക്കക്കുറവ്. ഈ ഉറക്കക്കുറവെന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തം ഹെയർ ഫോൾ കേസസിൽ 10 മുതൽ 15% ആളുകളിലും കാണുന്നു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നന്നായിട്ട് പരിശോധിക്കുക. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ഉദാഹരണത്തിന് പല ആളുകളും, അത് ഞാൻ ഒരുപാട് പേഷ്യൻസിനോട് പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ചും
ആൺകുട്ടികൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്സ്, ഈ വാക്സ് എന്ന് പറയുന്നത് മനസ്സിലായോ, ഈ തലയിൽ ഹെയർ സ്റ്റൈൽ മാറാതിരിക്കാൻ വേണ്ടി തേക്കുന്ന സാധനം വാക്സ്, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പല എണ്ണകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പലതരം ഹെയർ കളേഴ്സ്, അതുപോലെ സ്ഥിരമായിട്ട് മുടി സ്റ്റീം ചെയ്യുക, അതുപോലെ തന്നെ ഹെയർ സ്പാ ചെയ്യുക. ഹെയർ സ്പാ പക്ഷേ ഡാൻഡ്രഫ് പോലത്തെ കാര്യങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റായ ഒരു സാധനമാണ്. പക്ഷേ അതിനപ്പുറം ഈ ഒരുപാട് തവണ നമ്മൾ ഹെയർ സ്പാ ചെയ്യുക, അതേപോലെ മുടി ഹീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹെയർ ഫോളിന് പ്രധാനപ്പെട്ടൊരു കാരണമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കിയത് നിങ്ങൾ നിർത്തി കഴിയുമ്പോൾ അത് പൂർണ്ണമായി മാറുമെന്നുള്ളത്. പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യാതെ നിങ്ങൾ ബ്യൂട്ടീഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾ വീണ്ടും 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 കളർ ചെയ്യുകയും ഹെയർ സ്പാ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്ന പോലെ ആവും. അതായത് നമ്മൾ മുടിക്ക് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ട അവസാനം മുടി ഇല്ലാത്ത അവസ്ഥയാവും. പിന്നെ ഇതൊന്നും കൂടാതെ വേറെ 2 റീസൺസ് കൂടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് തനിയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിലൊന്നെന്ന് പറയുന്നത് ജെനറ്റിക്സാണ്. നമ്മൾ ഹെയർ ഫോളിന് മരുന്നുണ്ടെന്ന് പറഞ്ഞാലും 15 മുതൽ 20% ഹെയർ ഫോളും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ജെനറ്റിക്സ് കൊണ്ടാണ്. അതായത് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉള്ളവരെന്നൊക്കെ പറയില്ലേ, അതുപോലെ ജെനറ്റിക്സ് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകും. അത് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്കതിൻ്റെ വേഗത കുറയ്ക്കാൻ പറ്റും, അതായത് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലാണ്, എനിക്ക് 25 വയസ്സിലെ പകുതി മുടി പോയെങ്കിൽ ബാക്കി മുടി നമുക്ക് പല ട്രീറ്റ്മെൻറ്റ്സ് വഴി ഒരു 50 വയസ്സ് വരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ താരൻ എന്ന് പറയുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് കൊണ്ട് വരാം. സോ സെബോറിക് ഡെർമറ്റൈറ്റിസ് കൊണ്ട് ഉണ്ടാകുന്ന ഹെയർ ഫോൾ ആണെങ്കിൽ അത് നമുക്ക് ഈ എന്താ പറയുക മുടിയുടെ കനം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മുടി ചികിത്സിച്ചാലും മാറില്ല. നമ്മൾ ആദ്യം ഡെർമറ്റൈറ്റിസ് താരൻ മാറ്റിയെടുക്കണം. താരൻ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റൂ. താരൻ മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇന്നത്തെ കാലത്ത് വളരെ 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 എളുപ്പമുള്ളൊരു പരിപാടിയാണ്. സോ അതുകൊണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന്, താരനുണ്ടെങ്കിൽ താരനാണെന്ന് കരുതി വെച്ചോണ്ടിരിക്കാതെ അടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ താരൻ ആദ്യം ട്രീറ്റ് ചെയ്യുക. താരൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മിസ് ചെയ്തു പോകുന്ന ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മൾ ആരും മനസ്സിലാക്കില്ലേ. ബയോട്ടിനോ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ വൈറ്റമിനി മേടിച്ച് കഴിക്കുന്നുണ്ട്. വൈറ്റമിനി മാത്രമല്ല, സിങ്കും ബയോട്ടിനുമാണ് അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ പെൺകുട്ടികൾ പ്രത്യേകിച്ചു അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, അവർ ഈ ഡയറ്റിൻ്റെ പേരിൽ മൊത്തത്തിൽ ആഹാരം ഉപേക്ഷിക്കും. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഹെൽത്ത് അങ്ങ് കുറഞ്ഞു പോകും. എനിക്ക് തന്നെ പേഷ്യൻ്റ് ഉണ്ട്, ഒരു 16 വയസ്സുള്ള കുട്ടിയാണ്. അവിടെ കാലിൽ മുറിവുണ്ടായിട്ട് അത് ഉണങ്ങുന്നില്ല, ഉണങ്ങുകയേ ചെയ്യുന്നില്ല. അവർ എത്രയോ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഡ്രസ്സ് ചെയ്തിട്ട് അവർ ഉണങ്ങുന്നില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്തായിരുന്നു, അവരെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സ്കിന്നിന് ആരോഗ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിൽ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ കൈ, ഒരു 25 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൈയും അമ്മമ്മയുടെ കൈയും തമ്മിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അതിൽ അമ്മമ്മയുടെ കൈ ഭയങ്കര ഷൈനി ആയിരിക്കും, അത് തിളങ്ങുന്ന പോലെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കൈ കുറച്ച് അത്രയും ഷൈനസ് കാണില്ല. പക്ഷേ നിങ്ങൾ പിടിച്ച് നോക്കിയാൽ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു റബ്ബറെ പിടിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ അമ്മമ്മയുടെ സ്കിന്ന് എന്താ പറയുക, നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തൊക്കെ പിടിക്കുന്നതായിരിക്കും. അതിനാണ് ഈ എന്താ പറയുക ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റിക്ക് കാരണമാകുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലാത്തതായിരുന്നു ആ കുട്ടിയുടെ പ്രശ്നം. ഞാൻ ആ കുട്ടിക്ക് ഒരു വൈറ്റമിനെയും ഒരു ബയോട്ടിൻ സപ്ലിമെൻറ്റും കൊടുത്തപ്പോൾ ആ കൊച്ചിൻ്റെ മുറിവ് ഉണങ്ങി. 1 മാസം സമയം എടുത്തു, പക്ഷേ മുറിവ് ഉണങ്ങി. സോ അത്തരം ചെറിയ 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 കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല നിങ്ങൾ കുറേ 1000-ൻ്റെയും 2000-ൻ്റെയും 3000-ൻ്റെയും എന്താ പറയുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സും അല്ലെങ്കിൽ തലയിൽ തേക്കുന്ന ഷാമ്പു വാങ്ങിച്ച് തേച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കുക, ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ എന്താ പറയുന്നത് നിങ്ങളുടെ വെയിറ്റ് നോക്കുക, നിങ്ങളുടെ പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ച് വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു 50% നമ്മുടെ എന്താ പറയുന്നത് സമയവും പൈസയും ലാഭിക്കാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് ഏതൊക്കെ ഫുഡ്സിലാണ് ഈ ബയോട്ടിനും അതുപോലെ വൈറ്റമിനിയൊക്കെ ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ ഏകദേശം 1.6K ആളുകളുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ.